തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ LDF-ന് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. CPI-യുടേതാണ് സിറ്റിംഗ് സീറ്റ്. CPI-യുടെ ആര് മത്സരിക്കണം എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം CPI-യുടെ ആശയക്കുഴപ്പം. 2014 തെരഞ്ഞെടുപ്പിൽ CPI-ക്ക് നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. അത് ഒരു പേയ്മെന്റ് സീറ്റ് എന്ന വിമർശനം നേരിടുകയും അതുമാത്രമല്ല CPI-യുടെ സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. തലസ്ഥാനത്ത് നഗരപ്രദേശത്തുള്ള മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. പല CPM 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. മൊത്തത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. CPI-യുടെ സീറ്റാണ് തിരുവനന്തപുരം. CPI-ക്ക് ആരെ മത്സരിക്കണം എന്ന് അറിയില്ല. സംസ്ഥാന നേതാക്കൾ മത്സരിക്കാൻ ഒട്ട് താല്പര്യമല്ല. ബിഗ് ജോയിൻസ് അതിൽ പന്ന്യൻ രവീന്ദ്രനെ സമീപിക്കുന്നു. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കാൻ തയ്യാറല്ല. കാനം രാജേന്ദ്രനെ സമീപിക്കുന്നു. കാനം രാജേന്ദ്രൻ മത്സരിക്കാൻ തയ്യാറല്ല. തിരുവനന്തപുരത്ത് മത്സരിക്കണമെങ്കിൽ പേരും പെരുമയും ശക്തിയും ശേമുഷിയുമുള്ള ഒരു നേതാവ് തന്നെ മത്സരിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ CPI-യുടെ ഇടതുമുന്നണിയുടെ അവസ്ഥ പരിതാപകരമായിരിക്കുമെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിയുടെ ആഭ്യന്തര അഭിപ്രായ രീതികളിൽ ഉയരുന്നത്. അപ്പോൾ CPI ആരെയാണ് മത്സരിപ്പിക്കേണ്ടത്? CPI-യോട് ചോദിച്ചാൽ CPI-ക്ക് ഉത്തരമില്ല. CPM പറയുന്നത് ഏറ്റവും മുന്തിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. ഒന്നുകിൽ അത് പാർട്ടിയുടെ നേതാവായിരിക്കണം, ഇല്ലെങ്കിൽ ഒരു പൊതുസമ്മതനായിരിക്കണം. ആരെയാണ് CPI കണ്ടെത്തുക? CPI ചർച്ച ചെയ്ത് മടുത്തിരിക്കുന്നു. CPI സ്വന്തം നേതാക്കളെ സമീപിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അവർ മത്സരിക്കാനൊട്ട് തയ്യാറല്ല എന്ന് കൃത്യമായ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത് പന്ന്യൻ രവീന്ദ്രനാണ്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചാൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇടതുമുന്നണിക്ക് ആകും എന്നാണ് CPI പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ മത്സര രംഗത്ത് ഇല്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതിനുശേഷം പറയുന്നത് കാനം രാജേന്ദ്രൻ, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മത്സരിച്ചാൽ ഏറ്റവും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും. കാനം രാജേന്ദ്രനും അതിനൊട്ട് തയ്യാറല്ല. അങ്ങനെ CPI സ്വന്തം ഇടത്തിൽ നേതാക്കളെ മത്സരിക്കാൻ കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആനി രാജ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ CPI അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആനി രാജ മത്സരിക്കുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും ആനി രാജ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ തലസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം യാഥാർത്ഥ്യമാകും. ആനി രാജ അല്ലാതെ, പന്ന്യൻ രവീന്ദ്രൻ അല്ലാതെ, കാനം രാജേന്ദ്രൻ അല്ലാതെ ആര് മത്സരിച്ചാലും CPI-യും ഇടതുമുന്നണിയും തിരുവനന്തപുരത്ത് വേരുപിടിക്കില്ല. ഏറ്റവും ചരിത്രപരമായ തോൽവി തിരുവനന്തപുരത്ത് നേടും. CPI ആ രീതിയിൽ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തായിരുന്നു CPI സ്ഥാനാർത്ഥി പോയത്. അപ്പോൾ ആനി രാജയെ മത്സര രംഗത്ത് ഇറക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് തിരുവനന്തപുരം വേദിയാകും. ആനി രാജയെ പോലെ ഒരു നാഷണൽ ഫിഗർ, ഒരു ദേശീയ മുഖമുള്ള വ്യക്തിത്വം വരുമ്പോൾ അവിടെ ശശി തരൂരാണ് UDF-ന്റെ ഉറപ്പിച്ച സ്ഥാനാർത്ഥി. ശശി തരൂരിന് ഒരു അന്താരാഷ്ട്ര മുഖമാണ്. മാത്രവുമല്ല കോൺഗ്രസിന്റെ ദേശീയ മുഖമാണ്. ആ തരത്തിലേക്ക് ശശി തരൂരിനോട് പോരാടാൻ ഏറ്റവും ശേഷിയുള്ള ഒരു നേതാവ് ആനി രാജ ആയിരിക്കും. ആനി രാജയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് CPI ഏറ്റവും അവസാനം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആനി രാജ അതുമായി ബന്ധപ്പെട്ട് അവസാനമായി ഒന്നും പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഒന്നും കഴിഞ്ഞില്ല എങ്കിൽ മണ്ഡലം വച്ചുമാറുക എന്നുള്ളൊരു അഭിപ്രായവും ഉരുത്തിരിയുന്നുണ്ട്. എന്തായാലും CPI-യെ സംബന്ധിച്ചിടത്തോളം CPI-യുടെ സീറ്റാണ് തിരുവനന്തപുരം എന്നതിനെ സംബന്ധിച്ചിടത്തോളം CPI-യുടെ സംസ്ഥാന നേതാക്കൾ ആരും തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറല്ല. അവർ തിരുവനന്തപുരത്ത് മത്സരിക്കാനൊട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത് പരാജയ ഭീതിയാണ് എന്നാണ് അകത്തെ സംസാരം, അണിയറയിലെ സംസാരം. ആ രീതിയിൽ നേതാക്കൾ പരാജയ ഭീതിയിൽ ഓടി ഒളിക്കുന്നു എന്ന ആക്ഷേപം CPI-യിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇടതുമുന്നണി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ല എങ്കിൽ വിജയം ആർക്കൊപ്പം എന്നുള്ളത് UDF-ഓ BJP-യോ എന്നുള്ള തലത്തിലേക്ക് മാറും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ നാമമാത്രമായ വോട്ടുകൾക്കാണ് വിജയിച്ചു കയറിയത്. വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ചായിരുന്നു മത്സരം. പല ഘട്ടങ്ങളിലും 90% സമയത്തും O രാജഗോപാലാണ് വിജയിച്ചു നിന്നത്. ഏറ്റവും അവസാനമാണ് ശശി തരൂർ തീരദേശ മേഖലയിലെ വോട്ട് കൊണ്ട് O രാജഗോപാലിനെ മറികടന്നത്. നഗരപ്രദേശത്തെ അസംബ്ലി മണ്ഡലങ്ങളൊക്കെ തന്നെ BJP ആയിരുന്നു മുന്നിട്ട് വന്നത്. അവിടെ ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് പോവുകയുണ്ടായി. ഇതൊക്കെയാണ് തിരുവനന്തപുരത്തിന്റെ ഒരു ചിത്രം. ആ ഒരു ചിത്രം നിലനിൽക്കെ
ആനി രാജ വരികയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മത്സരം ഉണ്ടാകും. അതല്ല എങ്കിൽ ശശി തരൂർ ഒരു ദേശീയ മുഖമാണ് കോൺഗ്രസിന്റെ, UDF-ന്റെ. BJP-യും അതുപോലെ ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ തന്നെ തിരുവനന്തപുരത്ത് നിർത്തും. കാരണം BJP പ്രതീക്ഷിക്കുന്ന A+ വിജയ സാധ്യതയുള്ള A+ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തിരുവനന്തപുരം BJP-യെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ആ രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. എന്തായാലും CPI-യിൽ നേതാക്കന്മാർ മത്സരിക്കാനില്ല. പൊതുസമ്മതരായ സ്ഥാനാർത്ഥിയെ നോക്കി അലയുകയാണ് CPI-യും ഇടതുമുന്നണിയും. അത് ആരെ എന്നുള്ളതാണ് ചോദ്യം. അവസാന CPI-യുടെ ഒരു കേഡർഷിപ്പാണ് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ആനി രാജയ്ക്ക് മുന്നിലാണ് അഭ്യർത്ഥന എത്തിയിരിക്കുന്നത്. ആനി രാജ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അല്ല എങ്കിൽ ഇടതുമുന്നണി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധം പരാജയം ഏറ്റുവാങ്ങും എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ ആഭ്യന്തര അഭിപ്രായം.